പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, സഹനത്തിലെ നിധി നാം സ്വന്തമാക്കണം. 2 തിമോത്തി 3:2-3 വിശുദ്ധ പൗലോസ്ലീഹ നമുക്ക് നൽകുന്ന ഉപദേശമാണ് യേശു ക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെപ്പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക എന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് വ്യത്യസ്ത രീതിയിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. നാം ആരും ആഗ്രഹിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അതിഥിയാണ് സഹനം. സഹനത്തെ നാം എപ്രകാരമാണോ സ്വീകരിക്കുന്നത് അതനുസരിച്ച് സഹനത്തെ നമുക്ക് കൃപകളാക്കി മാറ്റാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സഹനം ദുരിതമായി നമുക്ക് എടുക്കുകയാണെങ്കിൽ അത് നിരാശയിലേക്കും നമ്മുടെ ആത്മനാശത്തിലേക്കും അത് കാരണമായി തീരുകയും ചെയ്യും. സഹനത്തെ കൃപകളാക്കി മാറ്റുകയാണ് നാം ചെയ്യേണ്ടത്. എങ്ങനെ സഹനങ്ങളെ നമുക്ക് കൃപകളാക്കാൻ സാധിക്കും? തിരുവചനങ്ങളിൽ നാം വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ സഹനങ്ങളെ കൃപകളാക്കാനായിട്ട് നമുക്ക് കഴിയുന്നത്. പ്രഭാഷകൻ 2:45 തിരുവചനം പറയുന്നു, വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരിക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിന് സ്വീകാര്യരായ നമ്മെ സഹനത്തിലൂടെയാണ് വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുന്നത്. യേശയ്യാ 48:10-11 തിരുവചനങ്ങളിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല. കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അതെ, എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്യുന്നത്. നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ ദൈവത്തിൻ്റെ സ്വന്തമാക്കുവാൻ വേണ്ടി ചില സഹനങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 17:27 നാം കാണുന്നത്, സഹനങ്ങളിലൂടെ നാം ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ ഇടവരുത്തും. ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് സഹനങ്ങൾ നമുക്ക് അനുവദിക്കുന്നത്. റോമ 8:28 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സഹനങ്ങളും ദൈവം അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. അവയെല്ലാം നമ്മുടെ നന്മയ്ക്കായി ദൈവം മാറ്റുകയും ചെയ്യും. ദൈവത്തിലും ദൈവവചനത്തിലും ആഴത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയവും ഉണ്ടെങ്കിൽ നമ്മുടെ സഹനങ്ങളെ വലിയ കൃപകളാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ സഹനങ്ങളെ യേശുവിന് സമർപ്പിക്കുകയാണ് വേണ്ടത്. ജീവിത സായാഹ്നത്തിൽ സഹനം നമ്മെ ഭാരപ്പെടുത്തുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യാം. രോഗത്തിൻ്റെ ക്ലേശങ്ങളും പ്രിയപ്പെട്ടവരുടെ തിരസ്കരണവും നമ്മിൽ മാനസിക സംഘർഷങ്ങളുണ്ടാക്കും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അവസരങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥത്തിലേക്കും കുരിശിലേക്കും സക്രാരിയിലേക്കും നോക്കി ശക്തി സ്വീകരിക്കുകയാണ് നാം ചെയ്യേണ്ടത്. നമ്മുടെ വേദനകൾ ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് സമർപ്പിക്കുമ്പോൾ അവ രക്ഷാകരമായി തീരും. നമ്മുടെ ഹൃദയത്തിനേറ്റ മുറിവുകൾ അവിടുത്തെ ക്ഷതങ്ങളോട് ചേർത്ത് സമർപ്പിക്കുമ്പോൾ അതെല്ലാം തിരുമുറിവുകളായി മാറുകയും നമുക്ക് ശക്തി പകരുകയും ചെയ്യും. അത് നമ്മെ കുരിശിൻ്റെ പാതയിലൂടെ മുന്നോട്ട് നയിക്കും. എപ്പോഴാണ് നമുക്ക് ഈ സഹനങ്ങളെ നല്ല രീതിയിൽ കാണാനായിട്ട് കഴിയുന്നത്? വചനത്തിൽ ആശ്രയിക്കുമ്പോൾ, തിരുവചനങ്ങളിൽ വായിക്കുമ്പോൾ, എല്ലാം നന്മയ്ക്കായി ദൈവം മാറ്റും
എന്ന പ്രതീക്ഷയിൽ ജീവിക്കുമ്പോൾ എല്ലാം ഈ സഹനങ്ങൾ നമുക്ക് വൻ കൃപകളായി രക്ഷാകരമായി മാറ്റുവാൻ സാധിക്കും. അപ്പോഴാണ് നാം സഹനത്തിലെ നിധി സ്വന്തമാക്കുന്നത്. അതുപോലെ ഈശോയുടെ നല്ല പടയാളിയായി മുന്നോട്ട് പോകുവാനും നമുക്ക് കഴിയുന്നത് അപ്പോഴാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.